പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് HSCയുടെ എല്ലാ തരം സബ്ജക്റ്റുകൾ പരീക്ഷകൾക്കും ഇത് ഇമ്പോർട്ടൻ്റ് പോർഷനാണ്. അപ്പോൾ HSC നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്ന് വേണ്ട എല്ലാ HSC പരീക്ഷകൾക്കും, HSST പരീക്ഷകൾക്കും, പിന്നെ കേട്ടറ്റ് പരീക്ഷകൾക്കും എല്ലാം വരുന്ന പ്രധാനപ്പെട്ട പോർഷനാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയെന്ന് നോക്കാം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. ആദ്യം തന്നെ ചാർട്ടർ ആക്ട് 1813 ചാർട്ടർ ആക്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പേ മുഗളന്മാരുടെ ഭരണമായിരുന്നു. അന്ന് വിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യമില്ലായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം ഏറ്റെടുത്തതിന് ശേഷം 1813 ചാർട്ടർ ആക്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ചാർട്ടർ ആക്റ്റാണ് ആദ്യം തന്നെ ഈ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം തന്നെ കൊണ്ടുവന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് ചാർട്ടർ ആക്ട്. 1813 ഈ ചാർട്ടർ ആക്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ചാർട്ടർ ആക്ട് വന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ കൂടുതൽ ധനസഹായം മിഷണറിമാർക്ക് കൊടുക്കാൻ തുടങ്ങി. അവരത് മതപ്രചാരണത്തിനും സ്കൂളുകൾ തുടങ്ങാനൊക്കെ ഉപയോഗിച്ചു. അങ്ങനെയാണ് ധാരാളം സ്കൂളുകളും എല്ലാമായിട്ട് ഉടലെടുത്തത്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തത്. അടുത്തത് 1833 വേറൊരു ചാർട്ടർ ആക്ട് അവതരിപ്പിച്ചു. 1833 അടുത്ത ചാർട്ടർ ആക്ട് അവതരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 1835 മെക്കാളെ പ്രഭു വൈസ്രോയി ആയിരിക്കുമ്പോൾ ഒരു മിനിറ്റ്സ് കൊണ്ടുവന്നു. ആ മിനിറ്റ്സിൻ്റെ പേരാണ് മെക്കാളേസ് മിനിറ്റ്സ്, അല്ലെങ്കിൽ മെക്കാളയുടെ മിനിറ്റ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ചാർട്ടർ ആക്ട് 1833 അവതരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് 1835 മെക്കാളെ പ്രഭു വൈസ്രോയി ആയിരിക്കുമ്പോൾ മെക്കാളേസ് മിനിറ്റ്സ് എന്നുള്ള ഒരു ആക്ട് കൊണ്ടുവന്നു. മെക്കാളേസ് മിനിറ്റ്സിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മെക്കാളെ പ്രഭു. അതിലൊന്ന് ഇന്ത്യയിൽ ഇംഗ്ലീഷ്, ഈ മെക്കാളേസ് മിനിറ്റ്സ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ഈ മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആൻസർ എന്താണ്? മെക്കാളേസ് മിനിറ്റ്സ് ആണ് കേട്ടോ. മെക്കാളേസ് മിനിറ്റ്സ് ആണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് 1835. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ഈ മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ ഒരു തിയറിയും കൊണ്ടുവന്നു. എന്താണത്? ഡൗൺ ഫിൽട്രേഷൻ തിയറി, അല്ലെങ്കിൽ അരിച്ചിറങ്ങൽ സിദ്ധാന്തം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡൗൺ ഫിൽട്രേഷൻ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെക്കാളേസ് മിനിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഡൗൺ ഫിൽട്രേഷൻ തിയറി അല്ലെങ്കിൽ അരിച്ചിറങ്ങൽ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇന്ത്യയിൽ മേലേക്കിടയിലുള്ള ആൾക്കാർക്ക് മാത്രം വിദ്യാഭ്യാസം കൊടുക്കുക. അതായത് മേൽത്തട്ടിൽ ഉള്ള ആൾക്കാർക്ക് മാത്രം വിദ്യാഭ്യാസം കൊടുക്കുക. എന്നിട്ട് ആ വിദ്യാഭ്യാസം താഴേക്കിടയിലേക്കും എങ്ങനെ അരിച്ചിറങ്ങി ഇങ്ങാണ്ട് വർഷങ്ങളാകുമ്പോഴേക്കും അവരുടെ അടുക്കിലേക്കും എത്തിക്കോളും എന്നുള്ള ഒരു തിയറിയാണ് ഡൗൺ ഫിൽട്രേഷൻ തിയറി എന്ന് പറഞ്ഞാൽ. അതായിരുന്നു മെക്കാളയുടെ കൺസെപ്റ്റ്. ഡൗൺ ഫിൽട്രേഷൻ തിയറിയുടെ കൺസെപ്റ്റ് എന്തായിരുന്നു? മേലേക്കിടയിലുള്ള ആൾക്കാർക്ക്, ഇന്ത്യയിലുള്ള മേലേക്കിടയിലുള്ള ആൾക്കാർക്ക് മാത്രം വിദ്യാഭ്യാസം കൊടുക്കുക. ആ വിദ്യാഭ്യാസം താഴേക്കിടയിലുള്ള ആൾക്കാരിലേക്കും അരിച്ചിറങ്ങി പൊയ്ക്കോളും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അത് കൂടുതൽ വർഗവ്യത്യാസങ്ങളിലേക്ക് നാടിനെ നയിച്ചു. അപ്പോൾ ഈ മെക്കാളെ ഉദ്ദേശിച്ച ഫലമൊന്നും അതിന് കിട്ടിയില്ല. കൂടുതൽ വർഗവ്യത്യാസങ്ങളിലേക്ക് നാടിനെ നയിച്ചു. അതുകൊണ്ട് ആ തിയറി വൻ പരാജയമായിട്ട് മാറി.
വൻ പരാജയമായിട്ട് മാറി. ഏത് തിയറി? ഡൗൺ ഫിൽട്രേഷൻ അല്ലെങ്കിൽ അരിച്ചിറങ്ങൽ സിദ്ധാന്തം വൻ പരാജയമായിട്ട് മാറി. ഈ മെക്കാളെ പ്രഭുവിൻ്റെ ഒരു തിയറി ഉണ്ട്. തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു ആദർശം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു മെക്കാളയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ആദർശം. എന്താണ്? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു മെക്കാളെ പ്രഭുവിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് തിയറി അവതരിപ്പിച്ചത്? ഡൗൺ ഫിൽട്രേഷൻ തിയറി അവതരിപ്പിച്ചത്. അടുത്തതാണ് വുഡ്സ് ഡെസ്പാച്ച്. 1854 ചാൾസ് വുഡ്സ് പ്രഭുവായിരുന്നു വൈസ്രോയി. അദ്ദേഹം ഏർപ്പാടാക്കിയതാണ് കമ്മീഷനാണ് വുഡ്സ് ഡെസ്പാച്ച്. 1854 അത് എന്താണ്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. ചാൾസ് വുഡ് 1854 പുതിയൊരു ചാർട്ടർ പ്രസിദ്ധീകരിച്ചു. ചാൾസ് വുഡ് പുതിയ അതായത് ചാർട്ടർ ആക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ഒരു ആക്ട് ചാൾസ് വുഡും പ്രസിദ്ധീകരിച്ചു. ഇതിനെയാണ് വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. ഇതിനെയാണ് വുഡ്സ് ഡെസ്പാച്ച്. ഇതാണ് വുഡ്സ് ഡെസ്പാച്ച്. 1854 ചാൾസ് വുഡ് പ്രസിദ്ധീകരിച്ച പുതിയൊരു ചാർട്ടറാണ് വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. ആധുനിക പ്രവണതകൾ പ്രതിഫലിപ്പിച്ച ഈ ശുപാർശകളൊക്കെ സർക്കാർ അംഗീകരിച്ചു. അതിനെ ഒരു വിദ്യാഭ്യാസ നയമായി അംഗീകരിച്ച് നിയമസാധുതയും നൽകി. അതുകൊണ്ടാണ് വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? വുഡ്സ് ഡെസ്പാച്ച് ആണ്. അപ്പോൾ വുഡ്സ് ഡെസ്പാച്ചിനെ കുറിച്ച് എന്തൊക്കെ പറയാം? 1854 വുഡ്സ് ഡെസ്പാച്ച് പരിഷ്കാരം തുടങ്ങിയത്. അത് ചാൾസ് വുഡിൻ്റെ അധ്യക്ഷതയിലാണ്. ചാൾസ് വുഡ് ആയിരുന്നു അധ്യക്ഷൻ കേട്ടോ. 1854 വീണ്ടും, അതായത് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ വീണ്ടും കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ടാണ് വുഡ്സ് ഡെസ്പാച്ച് വന്നത്. അതായത് വീണ്ടും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വുഡ്സ് ഡെസ്പാച്ച് കൊണ്ടുവന്നത്. ചാൾസ് വുഡ് ആയിരുന്നു അധ്യക്ഷൻ. വൈസ്രോയി അല്ല, ചാൾസ് വുഡ് അധ്യക്ഷനായിരുന്നു. അന്നത്തെ ഗവർണർ ജനറൽ ഡൽഹൌസി ആയിരുന്നു. ഡൽഹൌസി. 1857 കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിക്കാനായിട്ട് കാരണമായത് വുഡ്സ് ഡെസ്പാച്ച് മൂലമാണ്. പിന്നെയോ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ അതിൻ്റെ 2 ശുപാർശകളാണ് 1857 കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാല സ്ഥാപിക്കുക. പിന്നെയോ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് വുഡ്സ് ഡെസ്പാച്ചിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. ഇനി അടുത്തത് ഹണ്ടർ കമ്മീഷനാണ്. 1882 ഹണ്ടർ കമ്മീഷൻ വന്നത്. റിപ്പൺ പ്രഭുവായിരുന്നു വൈസ്രോയി. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹണ്ടർ കമ്മീഷനാണ്. വില്യം ഹണ്ടർ അധ്യക്ഷനായിട്ടുള്ള സമിതിയായിരുന്നു ഈ ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ വില്യം ഹണ്ടർ ആയിരുന്നു ഈ ഹണ്ടർ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഈ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. അന്നത്തെ വൈസ്രോയി ആയിരുന്നു റിപ്പൺ പ്രഭു. ഈ കമ്മീഷൻ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കാരണം ഈ ഹണ്ടർ കമ്മീഷനാണ്. അപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കാരണം ഈ ഹണ്ടർ കമ്മീഷനാണ്. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ റാലി കമ്മീഷൻ എന്ന് പറയും. അപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ റാലി കമ്മീഷൻ, റാലി ആയിരുന്നു അധ്യക്ഷൻ. കഴ്സൺ പ്രഭു ആയിരുന്നു അന്നത്തെ വൈസ്രോയി. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ വൈസ്രോയി കഴ്സൺ പ്രഭു
അധ്യക്ഷൻ റാലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷനെ റാലി കമ്മീഷൻ എന്നറിയപ്പെടുന്നു. 1902 ഈ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിന് ശുപാർശ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് കോഴ്സ് റദ്ദാക്കിയിട്ട് പകരം ഡിഗ്രി കോഴ്സ് 3 വർഷമാക്കി. അപ്പോൾ ഇന്റർമീഡിയറ്റ് കോഴ്സ് റദ്ദാക്കിയിട്ട് പകരം ഡിഗ്രി കോഴ്സ് 3 വർഷമാക്കി. അങ്ങനെയാണ് ഈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അല്ലെങ്കിൽ റാലി കമ്മീഷൻ്റെ നേട്ടങ്ങൾ. ഇനി കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ സാഡ്ലർ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. 1917 ഈ കമ്മീഷൻ നിലയിൽ വന്നത്. അത് മൈക്കൽ സാഡ്ലർ ആയിരുന്നു അധ്യക്ഷൻ. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ അധ്യക്ഷൻ മൈക്കൽ സാഡ്ലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷനെ സാഡ്ലർ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു. പ്രധാന ശുപാർശ എന്തായിരുന്നു? മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ്ദ കൊണ്ടുവരിക. അതായിരുന്നു പ്രധാന ശുപാർശ. അപ്പോൾ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ സാഡ്ലർ കമ്മീഷൻ എന്നും കൂടി അറിയപ്പെടുന്നു. 1917 നിലവിൽ വന്നത്. മൈക്കൽ സാഡ്ലർ ആയിരുന്നു അധ്യക്ഷൻ. പ്രധാന ശുപാർശ മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ്ദ കൊണ്ടുവരിക. അടുത്തത് ആബട്ട് വുഡ് റിപ്പോർട്ട്. 1937 ആബട്ട് വുഡ് റിപ്പോർട്ട്. ആബട്ട് വുഡ് എന്ന് പറയുന്ന രണ്ട് പേരായിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. ഇന്ത്യ ഗവൺമെന്റ് ഇംഗ്ലണ്ടിൽ നിന്നും ആബട്ട് വുഡ് എന്നീ വിദഗ്ധരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും സാങ്കേതികവും തൊഴിൽപരവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശുപാർശകൾ സമർപ്പിക്കാൻ ഈ കമ്മിറ്റി രൂപവൽക്കരിക്കുകയും ചെയ്തു. അപ്പം എന്താണ്? ഇന്ത്യ ഗവൺമെന്റ് ഇംഗ്ലണ്ടിൽ നിന്ന് ആബട്ട് വുഡ് എന്നീ 2 സാങ്കേതിക വിദഗ്ധരെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും സാങ്കേതികവും തൊഴിൽപരവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശുപാർശകൾ സമർപ്പിക്കാനായിട്ട് ആബട്ട് വുഡ് കമ്മിറ്റി അല്ലെങ്കിൽ ആബട്ട് വുഡ് റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചു 1937. അതിൻ്റെ ഫലമായിട്ട് ഈ കമ്മിറ്റിയുടെ ശുപാർശ ഫലമായിട്ട് രാജ്യത്ത് ആദ്യമായിട്ട് പോളിടെക്നിക്കുകൾ സ്ഥാപിതമായത് ആബട്ട് വുഡ് റിപ്പോർട്ടിൻ്റെ ശുപാർശ പ്രകാരമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ഇനി അടുത്തത് ഹട്ടോ കമ്മിറ്റി. ഹട്ടോ കമ്മിറ്റി 1929 നിലവിൽ വന്നു. 1929 സർ ഫിലിപ്സ് ഹാർട്ടോഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചത്. അപ്പോൾ 1929 സർ ഫിലിപ്സ് ഹാർട്ടോഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചു. അതിൻ്റെ പേരാണ് ഹട്ടോ കമ്മിറ്റി. ആ കമ്മിറ്റി ശുപാർശ ചെയ്തത് തൊഴിലുകൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ പൊതു വിദ്യാഭ്യാസം മിഡിൽ സ്കൂൾ ഘട്ടത്തിൽ വച്ച് അവസാനിപ്പിച്ചിട്ട് അവരെ പ്രത്യേകം പാഠ്യപദ്ധതി അനുസരിച്ച് പഠിപ്പിക്കണം. എന്താണ്? തൊഴിലുകൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസം മിഡിൽ സ്കൂൾ ഘട്ടത്തിൽ വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് അവരെ പ്രത്യേക പാഠ്യപദ്ധതി അനുസരിച്ചിട്ട് തൊഴിൽ പഠിപ്പിക്കണം എന്നായിരുന്നു ഫിലിപ്സ് ഹാർട്ടോഗ് അധ്യക്ഷതയിൽ കൂടിയ ഹാർട്ടോ കമ്മിറ്റിയുടെ ശുപാർശ. ഇനി അടുത്തതാണ് സർജൻ പദ്ധതി അല്ലെങ്കിൽ സർജൻ റിപ്പോർട്ട് എന്നും പറയാം. 1944 സർജന്റെ റിപ്പോർട്ട് വന്നത്. സർ ജോൺ സർജന്റെ അധ്യക്ഷതയിലാണ് ഈ കമ്മിറ്റി നിയമിച്ചത്. അതുകൊണ്ട് സർജന്റെ പദ്ധതി അല്ലെങ്കിൽ സർജൻ റിപ്പോർട്ട് എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ വികസനത്തിന് സഹായമായ ഒരു രേഖ തയ്യാറാക്കാനായിരുന്നു ഉദ്ദേശം. യുദ്ധാനന്തര കാലത്തെ വിദ്യാഭ്യാസത്തിനായി തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിനെ സാർജന്റ് പദ്ധതി എന്നും വിശേഷിപ്പിക്കുന്നു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും പ്രാഥമികവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. എന്താണ്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും പ്രാഥമികവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കമ്മീഷനുകളാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്നത്. അതാണ് വളരെ ബ്രീഫായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ്സുകൾ മാത്രം ഉൾക്കൊള്ളിച്ച് ഈ വീഡിയോ തയ്യാറാക്കിയത്. ഇതോടെ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ കമ്മീഷനുകളെ കുറിച്ചുള്ള വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ.